നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ആസ്വാദനത്തിന്റെ ഉത്സവകാലം, ആഹ്ലാദത്തിന്റെ പെരുമഴക്കാലം. ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. എന്നും ചിരിക്കാനും ചിന്തിക്കാനും പറ്റുന്ന ജീവിത മുഹൂർത്തങ്ങളുമായി നമ്മുടെ കൂട്ടുകാരിതാ റെഡി. കാട്ടിലെ കൂട്ടുകാർ. ഓ മടുത്തു എൻ്റെ അമ്മോ. വെള്ളം എടുത്തുകൊണ്ട് വന്ന് മടുത്തു. അതെ അതെ, എത്ര ദൂരത്തുനിന്നാ വെള്ളം ചുമക്കുന്നേ? അല്ല, എവിടെ നിന്നാ മക്കളെ നിങ്ങൾ വെള്ളം എടുക്കുന്നത്? അല്ലാതെ എന്ത് ചെയ്യാനാ? നമ്മുടെ അനാസ്ഥ കൊണ്ടാ മക്കളെ ഇത്രയും ദൂരം വെള്ളം ചുമക്കേണ്ടി വന്നത്. ഇതെന്താ ഈ പറയുന്നത്? നമ്മുടെ അടുത്ത് വെള്ളക്കിണർ എത്ര വൃത്തികേടായിട്ടാ കിടക്കുന്നേ. അത് നന്നാക്കാൻ വനപഞ്ചായത്ത് തയ്യാറാകണ്ടേ? ആ വനപഞ്ചായത്തൊക്കെ അവിടെ നിക്കട്ടെ. വേണമെന്ന് വെച്ചാ ആ കിണർ വൃത്തിയാക്കി അതിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കാമായിരുന്നല്ലോ. പിന്നെ അതിനാർക്ക് നേരം? അല്പം ചുമന്നാലും കുഴപ്പമൊന്നുമില്ലെന്നേ, ഞങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്. പക്ഷേ എനിക്കും ജിക്കുന്റെ അമ്മയ്ക്കും ഇത്രയും ദൂരം നടക്കാനോ വെള്ളം ചുമക്കാനോ കഴിയില്ലല്ലോ. നേരം കളയാണ്ട് വാ കപിലേ, നമുക്ക് വെള്ളം എടുക്കാൻ പോവാം. തൊട്ടടുത്ത് കിണറുണ്ടായിട്ട് അതിൽ നിന്ന് വെള്ളം എടുക്കാതെ ദൂരെ പോയി വെള്ളം എടുക്കുന്നു. എന്തു മണ്ടന്മാരാ. നമ്മള് 2-3 പേര് മാത്രം വിചാരിച്ചിട്ട് ഒരു അതെ അതെ അതെ, കൊറേ ആളുകൾ വെള്ളം കുടിക്കുന്നതല്ലേ, എല്ലാരും കൂടി ആലോചിക്കട്ടെ. ഞങ്ങള് പോവാ. വേഗം വാ, നമുക്കല്ലെങ്കിൽ വെള്ളം കിട്ടാണ്ട് വരും. കഷ്ടം തന്നെ. ശരീരം അനങ്ങി ഒരു പണിയെടുക്കാൻ ആർക്കും പറ്റില്ല. എന്റെ ദൈവമേ, ഈ നാട് എന്ന് നന്നാവോ ആവോ. എങ്ങനെയെങ്കിലും ആ കിണർ വൃത്തിയാക്കണം, എന്നിട്ട് തന്നെ കാര്യം. കനത്ത മഴയും കാറ്റും, വ്യാപകമായ കൃഷിനാശം. ആരൊക്കെയാ ഇത്? വാ, എന്താ വിശേഷിച്ച്? ഞങ്ങളൊരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടിരിക്കുക. പ്രശ്നങ്ങളില്ലാത്തവരുണ്ടോ? അല്ല സാറേ, ഇത് കുടിവെള്ള പ്രശ്നം. കുടിവെള്ള പ്രശ്നം? അതെ സാറേ, ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കിണർ ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നേ. അത് വൃത്തിയാക്കിയാ പോരെ? അതെ സാറേ, വൃത്തിയാക്കിയാ മതി. പക്ഷേ വൃത്തിയാക്കാൻ ആർക്കും നേരമില്ലെന്നേ. എന്ന് പറഞ്ഞാൽ എങ്ങനാ? അത് ഉപയോഗിക്കുന്നവരുടെ ചുമതലയല്ലേ? അതെ സാറേ, പക്ഷേ അവർക്ക് സമയവുമില്ല, തന്നെയല്ല അധ്വാനിക്കാൻ കഴിയൂല. ഓഹോ, അപ്പോ അവരൊക്കെ ഇപ്പൊ എവിടുന്നാ വെള്ളമെടുക്കുന്നത്? കൊറേ ദൂരേന്ന് ചുമന്നോണ്ട് വരിക. അപ്പോ അതൊരു അധ്വാനമല്ലേ? അധ്വാനമൊക്കെയാ, പക്ഷേ മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന വിധത്തില് ഒന്നും ചെയ്യില്ല. മനസ്സിലായില്ല. ഞങ്ങള് വയസ്സായവർക്ക് അടുത്ത് വെള്ളമുള്ളത് ഒരു ഉപകാരല്ലേ. അതിനുവേണ്ടി അവർക്ക് ബുദ്ധിമുട്ടാൻ ഇഷ്ടമല്ല. അവര് ദൂരേന്ന് വെള്ളം കൊണ്ടുവരും. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അവരെ കണ്ട് കിണർ വൃത്തിയാക്കാനുള്ള ഏർപ്പാട് ചെയ്യാമോന്ന് ഞാനൊന്ന് പരിശ്രമിക്കാം. വളരെ ഉപകാരം സാർ. എന്തായാലും നിങ്ങൾ വിഷമിക്കണ്ട, ഒരു മാർഗം കണ്ടെത്താം. എങ്കിൽ ശരി സാറേ, ഞങ്ങൾ വരട്ടെ. ചെല്ലേ, ഞങ്ങള് പോവാ. കാലം പോയൊരു പോക്കേ.
ജീവിതമൊരു പരവരം വേഗം നടക്കാൻ നടന്ന് നടന്ന് മടുത്തു. നടക്കാൻ കിടക്കണല്ലോ. എന്ത് ചെയ്യാനാ? വേണ്ട, വേണ്ട, മോട്ടുവിന്റെ അമ്മ വരുന്നുണ്ട്, ആരും ശ്രദ്ധിക്കണ്ട. നടന്നോ നടന്നോ. ശോ. അയ്യോ കണ്ടു. ആ. ആ, വമ്പൻ സാറ് വന്ന് പറഞ്ഞ സ്ഥിതിക്ക് കിണർ വൃത്തിയാക്കണ്ടേ? വേണം വേണം, അല്ലെങ്കിൽ സാറ് നമ്മള് തെറ്റിദ്ധരിക്കും. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? നമ്മള് കിണർ നന്നാക്കിട്ട് വേണം ആ മോട്ടുവിന്റെയും ചിക്കുന്റെയും അമ്മമാർക്ക് സുഖമായിട്ട് വെള്ളം എടുക്കാൻ. അപ്പറഞ്ഞത് നേരാ. നമ്മൾ വൃത്തിയാക്കിയിട്ട് അവരങ്ങനെ കുടിക്കണ്ട. അവരുടെ മക്കള് ആമസോൺ കാട്ടിൽ പോയി സമ്പാദിക്കുമ്പോ ആലോചിക്കണം വീട്ടിലെങ്ങനെയാ വെള്ളം കുടിക്കണേന്ന്. അതൊക്കെ ശരി തന്നെ. വമ്പൻ സാറിനോട് പക്ഷെ നമ്മൾ എന്ത് പറയും? അതാ പ്രശ്നം. നമുക്ക് വമ്പൻ സാറിനെ കാണാണ്ട് മുങ്ങി നടക്കാന്ന്. എത്ര നാള് മുങ്ങി നടക്കും? വമ്പൻ സാറിനെ കാണുമ്പോ ദിപ്പ ശരിയാക്കി തരാന്ന് പറയാ. നാളെ നാളെ നീള നീളെ. എന്തായാലും നമ്മൾ കിണർ നന്നാക്കില്ല, അത് ഉറപ്പാ. ഓക്കേ. അയ്യോ. ശ്ശോ, ആരെയും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതിപ്പോ പിള്ളേരാരും വന്നുമില്ലല്ലോ. ശ്ശേ. ഇന്ന് പോയി വന്നിട്ട് കുറച്ചു നേരം കളിക്കണം കേട്ടോ. വേഗം നടക്ക്. നടക്ക നടക്ക. ഇനിയിപ്പോ എന്ത് ചെയ്യും? പരിപാടി ആ പിള്ളേരൊന്ന് വന്നിരുന്നെങ്കിൽ. ആ പറഞ്ഞത് ശരിയാ. ആ ദേ മോട്ടുവിന്റെ അമ്മ കിണറിന്റെ അടുത്ത്. ഓ, ഇനി ഒറ്റയ്ക്ക് കിണർ വൃത്തിയാക്കി കാണോ? ഈ വയസ്സാം കാലത്തോ? നാടുന്നത് തന്നെ. എന്തേലും ഒന്ന് അന്വേഷിക്കാന്ന്. ചെലപ്പോ വെള്ളത്തിന് എന്ത് ചെയ്യുമെന്ന ചിന്തയിലാവും. അല്ല, എന്തോ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കണേ. വയസ്സാങ്കാലത്ത് കിണറ്റിൽ വീട് വടിയാക്കാനാണോ? ഡെഡ് ബോഡിയുടെ ഫോട്ടോ എടുക്കുമ്പോ കാണാനൊരു ഭംഗിയും കാണില്ലല്ലോ. ഇല്ല മക്കളെ, എനിക്കൊരു അബദ്ധം പറ്റി. എന്താ പറ്റിയത്? ഞാനേ കിണർ വൃത്തിയാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ എന്താ സംഭവം എന്ന് പറ. ഞാന് കിണറ്റിലിറങ്ങാൻ ശ്രമിക്കുമ്പോ എന്റെ മാല അബദ്ധത്തിൽ കിണറ്റിൽ വീണുപോയി. ശരിക്കും വെള്ളം വറ്റിക്കാതെ മാല കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ വെള്ളം എങ്ങനെ വറ്റിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. പപ്പീസേ, കുറച്ച് പണിയുള്ള കേസാണല്ലോ. അതെ അതെ, ഒന്നൊന്നര പണിയാന്നേ. ഇത്രയും വെള്ളം വറ്റിക്കണെങ്കിലേ റിസ്ക് ഉള്ള കേസാട്ടാ. നമുക്ക് സ്കൂട്ടാവാന്ന്. ആ വാ 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 വാ, നമുക്ക് സ്കൂട്ടാവാം. നടന്നോളൂ നടന്നോളൂ. ഈ മക്കളെ, മാല ഒന്ന് എടുത്തു തരാമോ? 2 പവന്റെ മാലയാ. ഈ കിണറ്റിലെ വെള്ളം വറ്റിക്കണെങ്കിലേ 2 ദിവസത്തെ പണിയുണ്ട്. അതെ അതെ, രണ്ടു കൂടെ വെള്ളത്തിന് തന്നെ ബുദ്ധിമുട്ടാ. പിന്നല്ലേ ഒരു കിണറ് വെള്ളം വറ്റിക്കുന്നത്. നിങ്ങൾ വാ, അവരെന്തെങ്കിലും ചെയ്യട്ടെ. നമുക്ക് പോവാം. ഞങ്ങള് പോകല്ലേ മക്കളെ, ഇതൊന്ന് എടുത്തു തന്നിട്ട് പോ. ശ്ശോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? കഷ്ടം തന്നെ. എന്നാ പിന്നെ നിങ്ങൾ വെള്ളം എടുക്കാൻ ചെല്ല്. ഞാനേ ആടലോടകത്തിന്റെ ഇല 2 പറിച്ചിട്ട് വരാം. അല്ല ഗംഭീരേ, ഈ 2 പവന്റെ മാല എന്ന് പറയുമ്പോ എന്ത് വില വരും? ഈ 2 പവന്റെ 10,000-40,000 രൂപ വരും. ഓഹോ, മോട്ടുവിന്റെ അമ്മയുടെ 40,000 രൂപയാ വെള്ളത്തിൽ കിടന്നലിയണതല്ലേ? ആ പണം നമുക്ക് കിട്ടിയാൽ എങ്ങനെയിരിക്കും? അതെങ്ങനെ? അത് വെള്ളത്തിലല്ലേ കിടക്കണത്? അതൊക്കെ ഉണ്ട്. അല്പം റിസ്ക് കേസാ. റിസ്ക് കേസ് നമുക്ക് ഇഷ്ടന്ന് പറയ്. റിസ്ക് എടുക്കാൻ തയ്യാറായ കൈ നിറയെ പണം കിട്ടും. പപ്പീസ് കാര്യം എന്താണെന്ന് പറയ്. വലിയ ഇടിയും കിട്ടുന്ന കേസാണ്. ഇടി ഒന്നും കിട്ടത്തില്ല, അല്പം അധ്വാനിക്കണം. അധ്വാനിക്കുന്നത് ബോറല്ലേ? അത് വേണോ? ആ അതെ അധ്വാനിക്കുന്നത് ഭയങ്കര റിസ്ക് ആണെന്ന്. അതാ പറഞ്ഞത് റിസ്ക് കേസാണെന്ന്. എന്തായാലും കാര്യം പറയ്. നമ്മള് കിണറ്റിൽ നിന്നും മാല കൈക്കലാക്കുന്നു. അയ്യോ, ആ വെള്ളം തീർത്തും പറ്റിക്കണ്ടേ? പിന്നില്ലാതെ പണം വേണമെങ്കിൽ അല്പം റിസ്ക് എടുക്കണം. സംഭവം കൊള്ളാം.
പക്ഷെ വറ്റിക്കാൻ ഭയങ്കര അധ്വാനം. അതൊക്കെ ശരി തന്നെ, എന്നാലും ഇത്രയും പണം കിട്ടുന്ന കാര്യമല്ലേ വെറുതെ വെള്ളത്തിൽ കളയണം. എങ്കിലും അരക്കൈ തന്നെ നോക്കാം. ആരെ കൈയല്ല, ഒരു കൈ തന്നെ നോക്കാം. ഒരു കൈയല്ല, നമ്മുടെ എല്ലാ കൈയും വേണ്ടി വരും. Follow me. ഒരുമാതിരി വെള്ളം വറ്റിട്ടുണ്ട് കേട്ടാ. അതെ അതെ അതെ. ഇനി ഇതിനുള്ളിലേക്ക് ഇറങ്ങണം. അതെ പപ്പീസ് ഇറങ്ങിക്കോളൂ. ഞാനോ? എനിക്ക് പേടിയാ. എന്ത് പപ്പീസ് ഇത്രയും നേരം വെള്ളം കോരിയത് ഞങ്ങളൊക്കെ അല്ലേ? അയ്യോ, എനിക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. എന്ത് ഡയലോഗ് അത്? പപ്പീസെ പ്ലീസ് ഇറങ്ങ് പപ്പീസെ. നമ്മൾ ഇതുവരെ അധ്വാനിച്ചത് വെറുതെ ആവും. അല്ലെങ്കിൽ കണ്ടോ ഈശ്വര, കാണുമ്പോ പേടിയാകുന്നു ഇതിന്റെ ആഴം. പേടിക്കാതെ ഇറങ്ങ് പപ്പീസ്. ഇറങ്ങ്. ഞാൻ തന്നെ ഇറങ്ങണോ? നീ ഇറങ്ങ്. നീ ദേ, ഞാൻ നിന്നെ സഹായിക്കാം. നീ സഹായിക്കുന്നത് പോലെ ഈ ഞാൻ കയറ് നിന്നെ സഹായിച്ച ഇവിടെ പോലെ. മുറുക്ക കിട്ടും. വലിച്ചു കെട്ടിക്കോ. ഈ കിണറ് വലിച്ചു എന്റെ കെട്ടു. മരണക്കിണറാവാതിരുന്നാ മതിയായിരുന്നു. ഇത് നല്ല ഉറപ്പുണ്ടോ? ഇപ്പൊ ശരിക്കും എന്ത് ഉറപ്പ്? ഇപ്പൊ അത്യാവശ്യം ഉറപ്പായിക്കണ്ട. ഇത് നല്ല ഉറപ്പുണ്ട്. ഈ ഇതെങ്ങാനും കയറിൽ ഒടിഞ്ഞാല് പിടിച്ച് നീ കിണറ്റിലേക്ക് ഇറങ്ങിയാ മതി. പറയണ്ട. ബാക്കി കാര്യം ഞങ്ങളേറ്റു. നീ പേടിക്കണ്ടട്ടാ. നോക്കിയോ, ദേ ഒന്നുകൂടി കെട്ടിയിട്ടുണ്ട്. ഞാൻ കെട്ടിത്തരാം, നിനക്ക് ഇറങ്ങിക്കൂടെ? പിടിച്ചോ ഇനി ഇറങ്ങി ഇറങ്ങി. പിടിച്ചോ. ഞങ്ങളിവിടെ നോക്കി കേറിക്കോ, നിൽക്കുന്നുണ്ട്. കേറിക്കോ, ഞാൻ കയറല്ലേ? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് അറിയിക്കോ. അയ്യോ, പോട്ടെ. ധൈര്യം ഇറങ്ങിക്കോ. ഞങ്ങളൊക്കെ ഈ മാല കിട്ടിട്ട് ബാക്കി കാര്യം. മാല മാത്രം നീ മനസ്സിൽ കണ്ടോ. ധൈര്യമായിട്ട് അറിയിക്കോ. അറിയിക്കോ. അങ്ങനെ നോക്ക്. ആ ചെടി മണ്ണൊക്കെ ഒന്ന് മാറ്റി നോക്ക്. ആ മണ്ണൊന്ന് മാറ്റി. കണ്ട അവിടെ അതല്ല, ആ ചവറൊക്കെ മാറ്റി ഇട്. കണ്ട ആ മാല. മാറ്റി. ആ, അതിനെ എടുത്തോ. ദേ, അവിടെ എന്തോ ആ മാല തിളങ്ങുന്നുണ്ട്. കിട്ടിട്ട് ആ, എടുക്ക്. പതുക്കെ കയറി ഓടിക്കോ. അവിടെ തന്നെ ചവിട്ടി കയറി. വാ, വാ. പോന്നിട്ട്. കണ്ട മാല കണ്ട രണ്ട് പവന്റെ മാലയായത്. എന്താ ഒരു ചായ, എന്താ ഒരു കനം. ഒരു ഘനം. ഇത് വിറ്റ് കാശ് കൊണ്ട് നമ്മളൊരു തകർക്കട്ടാ. നോക്കട്ടെ, ഞാൻ കാണട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? അധ്വാനത്തിന്റെ ഫലം കിട്ടിയോ? സംഗതി ഗംഭീരായിട്ടുണ്ട്. 2 പവൻ കാണുമോ ആവോ? 2 പവനൊന്നും പോരത്. എന്തായാലും നമ്മൾ കോൾ അടിച്ചു. പവന് 20,000 രൂപ വെച്ച് 2 പവന് 40,000 രൂപ. എന്റെ അമ്മോ. 40,000 രൂപ പോയിട്ട് 4 രൂപ അതിന് കിട്ടില്ല. അതെന്തങ്ങനെ? നിങ്ങളെടുത്ത മാല മോട്ടുവിന്റെ അമ്മയ്ക്ക് കൊടുത്തേക്ക്. അയ്യോ, അതെങ്ങനെ? ഞങ്ങൾ ഇത് കഷ്ടപ്പെട്ട് കിണർ വറ്റിച്ചെടുത്തതാ. അപ്പൊ ഈ സ്വർണമാല ഞങ്ങൾക്കുള്ളതല്ലേ? മക്കളെ, നിങ്ങളെടുത്ത ഈ സ്വർണമാല സ്വർണമൊന്നുമല്ല, മുക്കുപണ്ടമാ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഈ കിണർ വൃത്തിയാക്കല്. നിങ്ങളെ ഞാൻ കണ്ട് കാര്യം പറഞ്ഞു, പക്ഷേ നിങ്ങൾ അത് ചെയ്തില്ല. മാത്രവുമല്ല, നിങ്ങൾ എന്നെ കാണാതെ മുങ്ങി നടന്നു. സോറി സാർ. നിങ്ങൾ നേരായ വഴിക്ക് കിണർ വൃത്തിയാക്കില്ല എന്ന് കണ്ടപ്പോ ഈ മൂട്ടുവിന്റെ അമ്മ ചെയ്ത ഒരു വളഞ്ഞ വഴി, അതാ ഈ മുക്കുമാല പ്രയോഗം. നാണക്കേടായി. നിങ്ങൾ എത്ര വൃത്തിയായിട്ടാ ഈ പണി ചെയ്തത്. ഇതിനുള്ള പ്രതിഫലം ഇനി മുതൽ നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം ദൂരെ നിന്ന് കൊണ്ടുവരാതെ കുടിക്കാം എന്നുള്ളതാ. വിലയേറിയ സ്വർണത്തേക്കാൾ അമൂല്യമായ വെള്ളം. എന്നോട് ക്ഷമിക്കും മക്കളെ, വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാ. അമ്മേ, തെറ്റ് ചെയ്തത് ഞങ്ങളാ. അതെ, ക്ഷമ ചോദിക്കേണ്ടതും ഞങ്ങളാ. മതി, നിങ്ങൾ നല്ലവരാ. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു കാര്യം നിങ്ങൾ അറിയുക, കുടിവെള്ളം അത് അമൂല്യമാണ്. അതാർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടി കൂടി നമ്മൾ പ്രവർത്തിക്കണം. പ്രകൃതിയുടെ വരദാനങ്ങളായ ശുദ്ധമായ വെള്ളവും വായുവും നൽകിയ തമ്പുരാനോട് നമുക്കെന്നും നന്ദിയുള്ളവരാകാം. മക്കളെ, കുടിവെള്ളം ശരിയായതുകൊണ്ട് നമുക്ക് ഇന്ന് പായസം ഉണ്ടാക്കി ആഘോഷിക്കാം. വെരി ഗുഡ്. പായസം. കഥാകാഴ്ചകൾ തീരുന്നിടത്ത് നിന്ന് കൗശല കാഴ്ചകൾ ആരംഭിക്കുകയായി. മാണിക്കച്ചിപ്പ്.
മാണിക്കച്ചപ്പിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആക്ടിവിറ്റിയും നിങ്ങളുടെ ചിന്തകളെ ഉണർത്തുന്ന ഒരു ചിന്താ വിഷയവുമായി ഇതാ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും മാണിക്കച്ചപ്പെത്തിയിരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ ചിന്താവിഷയം നിരന്തരം പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ചിന്താവിഷയത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ആക്ടിവിറ്റിക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു A4 സൈസിലുള്ള പേപ്പറാണ്. ഇവിടെ ഞാനത് വെച്ചിട്ടുണ്ട്. ഇതാണ്. അപ്പം നിറമുള്ളൊരു കടലാസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിറമുള്ള കടലാസ് ലഭ്യമല്ലെങ്കിൽ സാധാരണ ഫോട്ടോസ്റ്റാറ്റിന് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ലേസർ പ്രിന്റിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള വെള്ള നിറത്തിലുള്ള കടലാസ് ഉപയോഗിക്കാം. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് ഇതിനെ സ്ക്വയർ ആക്കി മാറ്റണം. അപ്പം ഈ പേപ്പർ ഞാൻ കാണിക്കാം. ഈ പേപ്പറിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതിയും നീളവും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതിയും നീളവും ഈക്വൽ ആയിരിക്കും. അതായത് ഓൾ ദ 4 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ളവരെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്വയറിനെ റെക്റ്റാങ്കിളിനെ നമ്മൾ സ്ക്വയർ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മുടെ പല എപ്പിസോഡിൽ നമ്മൾ സ്ക്വയർ ആക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മടക്കുമ്പോഴത്തേക്ക് ഇത് കൃത്യമായിട്ട് ഇത് ഇങ്ങനെ മൂലയിൽ കൂടെ കടന്നു പോകുന്നുണ്ടോന്ന് നോക്കാം. അതുപോലെ ഈ വക്കുകൾ തമ്മിൽ കൃത്യമായിട്ട് ചേർന്നിരിപ്പുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം അങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ മടക്കുപാട് ഇങ്ങനെ അമർത്തി ഉറപ്പിക്കാനായിട്ട്. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഈ താഴെയുള്ള ഈ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഭാഗമുണ്ട്. അപ്പം ഈ ഭാഗത്തെ നമ്മൾ മുകളിലേക്ക് മടക്കി വെക്കുകയാണ്. അപ്പം മടക്കി കഴിഞ്ഞിട്ട് ആ ഭാഗം നമ്മൾ കീറിക്കണം. ഇത്രയും ഭാഗം നമ്മളിങ്ങനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ശേഷിക്കുന്ന ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ത്രികോണ ആകൃതിയിലായിരിക്കും അതിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആദ്യമേ നമ്മളിങ്ങനെ നിവർത്തുക. അപ്പം നമുക്കൊരു നല്ല സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. ഇത് നമ്മൾ ഇച്ചിരി കൂടുതൽ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൃത്യമായിട്ട് ചെയ്യണം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇടത്തെ വാക്കിനെ വലത്തെ വാക്കിനോട്ട് ഇങ്ങനെ ചേർത്ത് മടക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ മടക്കിയതിന് ശേഷം മടക്കിയ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് അമർത്തി വരയണം. എന്നാലേ ഉള്ളൂ നമുക്കൊരു മടക്കുപാട് കിട്ടത്തുള്ളൂ. അതുപോലെ ആ മടക്ക് അവിടെ ഫേം ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ മടക്കിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കൂടെ ഒരു രേഖ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും തുറക്കും. അപ്പം നമുക്ക് നേരെ വേർട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കുത്തനെയുള്ള ഒരു മടക്ക് പാടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടത്ത് വെക്കും വലത്ത് വെക്കും. ഇതിനെ രണ്ടിനെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ രേഖയിലേക്ക് മടക്കണം. നേരെ അങ്ങ് മടക്കിയാൽ മതി. ഇതായിങ്ങനെ ഒരു വക്ക് മടക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ സമാനമായിട്ട് മറ്റേ വക്ക് മടക്കണം. അത് നമുക്ക് 2 വക്ക് മടക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു രൂപമാണ്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ മൂലയും ഏത് മൂലയാണ്? അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇടതുവശത്ത് മുകളിലുള്ള മൂലയാണ്. അപ്പം എൻ്റെ ഇടതുവശത്ത് മുകളിലായിട്ടുള്ള മൂലയും ഈ മുകളിലത്തെ വക്കും ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതിനെ നമ്മൾ നേരെ വലതുവശത്തേക്ക് മടക്കുന്നു. ഇങ്ങനെ ചരിച്ച് മടക്കി കഴിഞ്ഞിട്ട് വലത്തുള്ള വക്കിനോട് ഇങ്ങനെ ചേർത്ത് മടക്കും. മടക്കി കഴിയുമ്പോൾ നമ്മൾക്കിപ്പോൾ ഈ ഒരു ആകൃതി കിട്ടും. ഇപ്പം നമ്മൾ മടക്കിയത് ഇടതുവശത്ത് മുകളിലുള്ള മൂലയാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഡയഗണലി ഓപ്പോസിറ്റ്, അതായത് കോണോട് കോൺ എതിരെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അതിൻ്റെ നേരെ കോണായിട്ടുള്ള ഭാഗം എന്ന് പറയുമ്പോൾ വലതുവശത്ത് താഴെയുള്ള ഭാഗം. അപ്പം ഇടത് മുകളിൽ വലത് താഴെ. അപ്പം നിങ്ങൾ വലത് മുകളിലാണ് ചെയ്തതെങ്കിൽ ഇടത് താഴെ വരും. അതുപോലെ ഇപ്പം ഞാൻ ഇടത് മുകളിൽ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ അടുത്താഴ്ച ചെയ്യേണ്ട വലത് താഴെയുള്ള ഭാഗമാണ് മടക്കേണ്ടത്. അപ്പം ഇതെന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതും അതുപോലെ തന്നെ ഈ വലത് ഈ മൂലയും ഈ താഴെയുള്ള വക്കും ഇടതുവശത്തുള്ള വക്കിനോട് വരുന്നത് പോലെ നമ്മൾ മടക്കണം. ഇതാ മടക്കാൻ പോവാണ്. അപ്പം നമുക്കൊരു ഡയമണ്ട് ഷേപ്പിൽ സാധനം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പം ഇത്രയും നല്ലതായിട്ട് മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് സാവകാശം ഇപ്പം നമ്മൾ അവസാനം മടക്കിയ 2 ട്രയാങ്കിളുകളില്ലേ അതിനെ ഒന്ന് നിവർത്തുന്നു. ഇങ്ങനെ നിവർത്തുന്നു, ഇങ്ങനെ നിവർത്തുന്നു. അപ്പം നമ്മൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പം 2 ട്രയാങ്കിളുകൾ ഇവിടെ ഇങ്ങനെ ഓൾറെഡി ഫോൾഡ് ആയിട്ടിരിപ്പുണ്ട്. അപ്പം നമ്മൾ മുഖത്ത് മാത്രം വലിക്കും. അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് തുറന്നു കഴിഞ്ഞിട്ട് ഈ പുറത്തോട്ട് മടങ്ങിയിരിക്കുന്ന ട്രയാങ്കിൾ
ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് ഈ പേപ്പറിന് അകത്തോട്ടാക്കും. ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന സാധനം നേരെ എടുത്ത് വെച്ചിട്ട് നമ്മൾ അതേ മടക്കുപാടിലൂടെ ഇതിനെ പേപ്പറിന് അകത്തോട്ട് മടക്കും. എന്നിട്ട് പേപ്പർ പഴയപടി വെക്കും. അതുപോലെ അടുത്ത ട്രയാങ്കിൾ ഇങ്ങനെ മടങ്ങിയിരിപ്പുണ്ട്. ആ ട്രയാങ്കിളിനെ നമ്മൾ എടുത്തിട്ട് നേരെ അകത്തോട്ടാക്കുന്നു പേപ്പറിൻ്റെ. അതിങ്ങനെ വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ എടുത്തിട്ട് ഈ ഒരു ആകൃതിയിൽ നമുക്ക് കിട്ടും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ ട്രയാങ്കിളർ ആയിട്ടുള്ള ഭാഗം നമ്മൾ മടക്കിയ ഒരു പേപ്പറിൻ്റെ പാളിയുണ്ട്. അപ്പം അതിനെ ഇങ്ങനെ തുറക്കണം. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ 1-2 സ്റ്റെപ്പുകൾക്ക് മുമ്പ് നമ്മൾ ഒരു ട്രയാങ്കുലർ പോർഷൻ മടക്കിയിരുന്നു ഡയമണ്ട് ഉണ്ടാക്കുന്നതിന് ഭാഗമായിട്ട്. അപ്പോൾ അതിൻ്റെ അവിടെ ഇവിടെ ഒരു മടക്കുപാടുണ്ട് കേട്ടോ. അപ്പം ആ മടക്കുപാടിൽ കൂടെ തന്നെ അതേ മടക്കൊന്ന് മടക്കുക. ഇനി ഈ തുറന്നിരിക്കുന്ന പേപ്പർ ഇതിന് മുകളിലേക്ക് അടയ്ക്കുക. ഇനി ചെയ്യേണ്ടത് പേപ്പറിനെ നേരെ തിരിച്ച് ഇങ്ങനെ മുകളിലേക്ക് പിടിക്കുക. ഇനി ഇപ്പം ഇവിടെ ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു ഭാഗം മടങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള ആ ഒരു പേപ്പറിനെ നമ്മളിങ്ങനെ തുറക്കുക. പക്ഷേ ആ പേളി നമുക്കിപ്പോൾ താഴെ ഒരു പേപ്പർ ഉള്ളതുകൊണ്ട് മുഴുവനായിട്ട് തുറന്നു വരത്തില്ല. എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു മടക്കുപാടുണ്ട് ഈ ഒരു ട്രയാങ്കിൾ ഏരിയയിലേക്ക്. അപ്പം ആ ഒരു പാളി ഇങ്ങനെ നമ്മൾ സൂക്ഷ്മതയോടെ ഇച്ചിരി ഇങ്ങനെ വളയ്ക്കേണ്ടി വരും. വളച്ച് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റുക. അപ്പം ഇതിൻ്റെ ഒരു വശം ഇങ്ങനെ ഇരിക്കും, നേരെ മറുവശം ഇങ്ങനെ ഇരിക്കും. അതായത് ഒരു വശത്ത് ഒരു എക്സ് പോലുണ്ട്, മറുവശത്ത് വെറുതെ പ്ലെയിൻ ആയിട്ടിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഭാഗമില്ലേ, ഈ ഭാഗം അതിൻ്റെ അതേ വശത്ത് തന്നെ താഴെയുള്ള വക്കിലേക്ക്, അതായത് വക്കല്ല കോർണറിലേക്ക്, ഈ കോർണറിനെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറിലേക്ക് നമ്മൾ മടക്കണം. ഇതിനെ നേരെ ഇങ്ങനെ വെച്ചിട്ട് വലതുവശത്തും അതുപോലെ തന്നെ ചെയ്യുക. അതായത് താഴെ ഇരിക്കുന്ന ഈ കോർണറിനെ എടുക്കുന്നത് ഈ കോർണറിലേക്ക് മടക്കുക. ഇനി നമ്മളിപ്പം 2 എണ്ണം മടക്കിയില്ലേ, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പേപ്പറിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിക്കും. അപ്പോൾ അതാ ഈ ഇങ്ങനെ വിടർന്നിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ പേപ്പറിൻ്റെ, അത് ഏകദേശം വെർട്ടിക്കലായിട്ടിരിക്കും. അതായത് പേപ്പർ ഒരു ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ പിടിക്കും. മുകളിൽ ഇങ്ങനെ ഒരു ട്രയാങ്കുലർ പോർഷൻ നമ്മൾ നേരത്തെ മടക്കിയല്ലോ, ആ ഒരു ട്രയാങ്കിളിനെ മാത്രമാണ് നമ്മൾ മടക്കാൻ പോകുന്നത്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു അറ്റം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നേരെ താഴോട്ട് മടക്കും, നേരെ തിരിച്ചിങ്ങനെ. അതുപോലെ ഇവിടെയുള്ള ട്രയാങ്കിളിൻ്റെ നമ്മൾ എടുത്തിട്ട് നേരെ മുകളിലേക്ക് മടക്കും. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതാണ് നമ്മൾ ഇച്ചിരി സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകാം, പക്ഷേ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഇങ്ങനെ പുറത്തോട്ട് മടങ്ങിയിരിക്കുന്ന ഈ ട്രയാങ്കിളിൽ അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു എക്സ് ഭാഗം കാണും. ആ എക്സ് ഭാഗത്തിന് അതാ ഇവിടെ ഇങ്ങനെ അതിന് നേരെ അടിയിലായിട്ടൊരു പോക്കറ്റ് ഉണ്ട്, ഇവിടെയും നേരെ അടിയിലായിട്ടൊരു പോക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോക്കറ്റ് അല്പം വിടർത്തി കഴിഞ്ഞിട്ട് ഈ പുറത്തോട്ട് മടങ്ങിയിരിക്കുന്ന ട്രയാങ്കിളിനെ നമ്മളെടുത്ത് നേരെ തിരിച്ച് ഈ പോക്കറ്റിനകത്തോട്ട് കയറ്റി വെക്കണം. ഇച്ചിരി സൂക്ഷ്മതയോടെ നിങ്ങൾ ചെയ്യണം. ഞാനിവിടെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു മടക്ക് പാടുണ്ട്. അപ്പോൾ ആ മടക്ക് പാട് വരെ ഇതിനകത്തേക്ക് കയറി പോകണം. അതായത് ട്രയാങ്കിൾ പൂർണ്ണമായിട്ടും ഈ പോക്കറ്റിനുള്ളിലേക്ക് കയറി പോകുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കാൻ. ഇവിടുത്തെ ഒരു ട്രയാങ്കിൾ അതിനകത്തോട്ട് കയറിപ്പോയി. ഇനി അതുപോലെ തന്നെ സമാനമായിട്ട് ഇപ്പുറത്തുള്ള ട്രയാങ്കിൾ കയറ്റുക. അപ്പോൾ നമുക്ക് ഈ ഒരു ആകൃതി കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മേലെ മറുവശം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കും. അപ്പോൾ അത് ചെയ്യേണ്ടത് ഒരു സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ പേനയോ എടുത്തു കഴിഞ്ഞിട്ട് ഇതിലിങ്ങനെ കുറച്ച് കോൺസെൻട്രിക് സർക്കിളുകൾ വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു സ്പൈറൽ വരയ്ക്കുക. നമ്മൾക്ക് ഇവിടെ ഞാൻ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് ഒരു സ്പൈറൽ വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് വരച്ചു വെച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ സമയമെടുത്ത് കുറച്ചുകൂടെ നീറ്റായിട്ട് കുറച്ചുകൂടെ സുന്ദരമായിട്ടൊരു ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിൾ വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ഇതിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത് എന്ത് സാധനമാണ് അല്ലേ, തോന്നുന്നില്ല, ഇത് വെറുതെ സ്ക്വയർ ആണെന്ന് തോന്നും. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതാ കണ്ടുള്ളൂ.
അപ്പോൾ ഇത് ഞാനിങ്ങനെ മേശപ്പുറത്തോട് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 കോർണറുകളിൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യും. ഇത് വെച്ചിട്ട് 2 വിരലുകൊണ്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കിയേ, കണ്ടോ കറങ്ങുന്നത് കണ്ടോ ഇത്. അപ്പം ഇവിടെ നമ്മളിങ്ങനെ ഈ സ്പൈറൽ വരച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു വിഷ്വലി അപ്പീലിംഗ് ആകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് ഇല്ലാതെ വെറുതെ പ്ലെയിനായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര രസം തോന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റിയുടെ ചിന്താവിഷയത്തിലേക്ക് എടുക്കാം. എന്തായിരുന്നു ചിന്താവിഷയം? നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക, അല്ലേ? ബൈബിളിൽ ഒരിടത്ത് പറയുന്നുണ്ട് നിരന്തരം പ്രാർത്ഥിക്കണം. ഈ പമ്പരത്തിൻ്റെ കാര്യം എങ്ങനെയാണ്? നമ്മൾ ഒന്ന് തട്ടി കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ചു നേരം കറങ്ങും, അല്ലേ? പക്ഷെ ആ ഒരു തട്ടലിൽ കുറച്ചു നേരം കറങ്ങാനുള്ള എനർജി ഇതിന് കിട്ടുന്നുള്ളൂ. അപ്പം വീണ്ടും കറങ്ങണമെങ്കിൽ ഇത് വീണ്ടും തട്ടണം. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇത് നിരന്തരമായിട്ട് തട്ടിക്കൊണ്ടിരിക്കണം, അങ്ങനെയല്ലേ? ഇപ്പോൾ ഒരു പമ്പരം, നമ്മുടെ ജീവിതം എന്നുള്ളൊരു പമ്പരമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പമ്പരം കറങ്ങാൻ വേണ്ടി നമ്മൾ ഒരു പ്രാവശ്യം തട്ടിക്കൊടുക്കും, അല്ലേ? അപ്പം ഒരു പ്രാവശ്യം തട്ടിക്കൊടുത്തുകൊണ്ട് എത്ര നേരത്തേക്ക് പമ്പരത്തിന് കറങ്ങാൻ പറ്റും? വളരെ കുറച്ച് സമയം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം പ്രാർത്ഥന എന്നുള്ളത് ആവശ്യമുണ്ടെന്ന്. പക്ഷേ എന്താണ് പ്രാർത്ഥനയെന്ന് നമുക്കറിയണം. അപ്പം കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനപ്പാടം പിടിച്ചിട്ട് അത് ഉരുവിട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥനയാകുമോ? യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും കുറേ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ടെന്ന് ഇരിക്കട്ടെ, പക്ഷെ നമ്മൾ നമ്മുടെ അയൽവക്കക്കാരനുമായിട്ട് ഭയങ്കര ദേഷ്യത്തിലാണെങ്കിലോ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ 24 മണിക്കൂറോ അല്ലെങ്കിൽ നമ്മൾ രാവിലെ കുറച്ച് സമയം പ്രാർത്ഥനയെന്ന് പറഞ്ഞ് ഡിവോട്ട് ചെയ്യുന്ന സമയം കൊണ്ട് എന്തെങ്കിലും യഥാർത്ഥത്തിൽ കാര്യമുണ്ടോ? അപ്പം നമുക്ക് വേണ്ടത് നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന കേവലം മനപ്പാടമായിട്ടുള്ളത് ഉരുവിടുന്നതിലല്ല, നേരെ മറിച്ച് നമ്മളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വാക്കുകളെയും എല്ലായ്പ്പോഴും റെഗുലേറ്റ് ചെയ്ത് നിരന്തരമായിട്ട് നമ്മളുടെ പ്രവൃത്തിയെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിലാണ് യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന ഇരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ എല്ലാം നാം വിജയിക്കുന്നത്, പുതിയൊരു നല്ല വ്യക്തിയായിട്ട് മാറുന്നത്. അപ്പം ഇന്നത്തെ ആക്ടിവിറ്റി നിങ്ങളെ എല്ലാവരെയും നിരന്തരമായി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു. പുതിയൊരു ആക്ടിവിറ്റിയും പുതിയൊരു ചിന്താവിഷയവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക് യു. ഇന്നത്തെ വിഭവങ്ങൾ എങ്ങനെയുണ്ട്? അഭിപ്രായങ്ങൾ എഴുതണം. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും ഒരു കാഴ്ച വിരുന്നൊരുക്കുന്നത് വരെ പ്രാർത്ഥനാപൂർവ്വം പിരിയാം. ബൈ.